കുടുംബ കാഴ്ചകളിലേക്ക് സ്വാഗതം. മോനെ ചാൾസേ, ചാൾസേ, നിന്റെ അമ്മ വിളിക്കുന്നു. ചാൾസേ ഇങ്ങ് വാ. അതെ, നീ കടയിൽ പോയി സോഫി, സാധനം എനിക്ക് വേണ്ടി ഒന്നും വാങ്ങിപ്പിക്കണ്ട. ഞാനൊന്നും കഴിക്കാൻ വന്നതല്ല. ചാൾസേ, നീ പോയി കളിച്ചോ. ചാൾസേ ഇങ്ങ് വാടാ. സോഫി, നീ ഇങ്ങ് വാ. ജോർജ് എന്തി? സോഫി, നീ എന്തിനാ കരയുന്നേ? ഞങ്ങളുടെ കുടുംബം കണ്ട അച്ഛൻ എന്താ തോന്നുന്നേ? എന്തു തോന്നാൻ? ഒന്നാന്തരം തറവാട്ടുകാര്, ജോർജിനും സോഫിക്കും കൂടി ഒരു മകൻ, സന്തുഷ്ടമായ കുടുംബം. വേണമെങ്കിൽ കുട്ടികൾ ഇനിയാവാലോ. പുറമേന്ന് നോക്കിയ ഇതാ സ്ഥിതി. പക്ഷേ ജോർജിന്റെ ബിസിനസ് 6 മാസം മുമ്പ് പൊട്ടി. ഉള്ളതെല്ലാം വിറ്റ് കടം വീട്ടി. ഇപ്പൊ ഉള്ളത് ഈ 10 സെന്റ് സ്ഥലവും വീടുവാ. പഴയ പ്രതാപിയായ ജോർജിന് കടം മേടിക്കാനോ അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകാനോ ഒന്നും മനസ്സനുവദിക്കുന്നില്ല. രാവിലെ ഇറങ്ങിപ്പോവും, രാത്രിയാവുമ്പോ തിരിച്ചു വരും. ഞാനും എന്റെ മോനും എന്തെങ്കിലും കഴിച്ചോ, ഞങ്ങൾക്ക് എന്തെങ്കിലും വേണോ, ഒരു ചോദ്യവും ഇല്ല. എനിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റോ? ഞാൻ എന്താ ചെയ്യാച്ചാ? അല്ല, പള്ളിന്ന് തന്ന കോഴികൾ. അതാണച്ചാ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഏക വരുമാനം. ഞാൻ പ്രാർത്ഥിക്കാം. ദൈവം എന്താണ് കണ്ടതെന്ന് നമുക്കറിയില്ലല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പള്ളിയിലേക്ക് വരാൻ മടിക്കണ്ട. ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മേ, എന്താ മോനെ? നാളെ എനിക്ക് 300 രൂപ വേണം, ട്യൂഷൻ ഫീസ് കൊടുക്കാനാ. സോഫി, ദാ വരുന്നു. ഒരു ചായ ഇട്ടേടി. ഇതെന്താ വെള്ളം? ചായ ഇല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഈ മുട്ട കൊണ്ടുപോയി കൊടുത്തിട്ട് വാ. നാളെ കൊച്ചിന് ട്യൂഷൻ ഫീസ് കൊടുക്കണം. ഇതെത്രണ്ണമുണ്ട്? 30 എണ്ണം. ഇത്ര കുറച്ച് മുട്ടയായിട്ട് ഞാൻ എങ്ങനെയാടി കടയിൽ പോയി വിൽക്കുന്നേ? ശരിയല്ലേ? ഇത്രയും കുറച്ച് കൊണ്ടുപോയി വിൽക്കാൻ നാണക്കേടാ അല്ലേ? അന്നേ നമുക്കൊരു 500 എണ്ണം ആകുമ്പോൾ ഒന്നിച്ചു കൊടുക്കാല്ലേ? എന്നാലേ നാളെ മുതൽ പോകുന്നിടത്തെല്ലാം മോനെയും കൊണ്ട് പോക്കോ. ഇനി മുതൽ അവൻ പഠിക്കുന്നില്ല. പപ്പ, എനിക്കൊരു ഐസ്ക്രീം വാങ്ങി തരണേ. അതിന് നീ ഐസ്ക്രീം കഴിക്കില്ലല്ലോടാ. എനിക്കല്ല പപ്പ, അമ്മയ്ക്ക് കൊടുക്കാനാ. അമ്മ ഭയങ്കര ചൂടില്ല. ഐസ്ക്രീം കൊടുത്താൽ ചിലപ്പം തണുത്താലോ. അയ്യോ പപ്പ, വണ്ടി. അയ്യോ ജോർജ്, ചേട്ടാ വല്ലതും പറ്റിയോ? ഒന്നും പറ്റിയില്ല, കുറച്ച് മുട്ട പൊട്ടിപ്പോയി. മുട്ടയല്ലേ, അത് സാറില്ല. ഇത് ഭാര്യയുടെ സമ്പാദ്യമായിരുന്നു. അവളോട് ഞാൻ എന്തു പറയും?
അതിനെന്താ ജോർജ് ചേട്ടാ, ഈ മുട്ടയുടെ പൈസ കണക്ക് കൂട്ടിയിട്ട് അത് ഭാര്യയ്ക്ക് കൊടുത്താൽ പോരെ? പൈസ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും. ദാ 500 രൂപ ഇത് വെച്ചു. ഭാര്യയുടെ മുട്ടയുടെ കാശെന്ന് പറഞ്ഞാൽ മതി. വേണ്ട, അത് ശരിയാവില്ല. നിങ്ങളെ കൊണ്ട് എന്തിനെങ്കിലും കൊള്ളോ മനുഷ്യ? ഉള്ള മുട്ടയെല്ലാം പൊട്ടിച്ചേച്ച് വന്നേക്കുക. ചെറുക്കന് നാളെ ഫീസ് എവിടെ നിന്ന് എടുത്ത് കൊടുക്കുമെന്നാ വിചാരിച്ചേ? 1 കിലോ അരി വാങ്ങാനുള്ള കാശ് നിങ്ങളുടെ അടുത്തുണ്ടോ? ഇല്ലല്ലോ. എല്ലാരോടും കടം മേടിച്ച് ഞാൻ മടുത്തു. എനിക്കിനി ചത്താ മതി. ആ ചേട്ടൻ തന്ന പൈസ വാങ്ങിയേ മതിയായിരുന്നു അല്ലേ പപ്പ? അമ്മേ, പപ്പയ്ക്കൊരു ചേട്ടൻ പൈസ തരാമെന്ന് പറഞ്ഞതാ. എന്നിട്ടും പപ്പ അത് വാങ്ങിച്ചില്ല. നിങ്ങൾ എന്താ ഇന്നലെ ആ പണം വാങ്ങാതിരുന്നത്? ഏത് പണം? കൂട്ടുകാരൻ തന്ന പണം. അതുണ്ടായിരുന്നെങ്കിൽ നാളെ അവന് ഫീസ് കൊടുക്കാമായിരുന്നു. ഞാൻ ആദ്യം അത് വാങ്ങണമെന്ന് തന്നെയാണ് വിചാരിച്ചത്. പൊട്ടിയ മുട്ട എടുത്തു കളഞ്ഞ് മുട്ടയുടെ പണമാണെന്ന് പറഞ്ഞ് ആ പണം നിന്റെ കയ്യിൽ തന്നാൽ ഇന്ന് ഇവിടെ ഈ വഴക്കുണ്ടാകുമായിരുന്നോ? പക്ഷെ നമ്മുടെ മോൻ ഇത് കണ്ടാ വളരുന്നത്. ഞാൻ അവന് മാതൃകയാകേണ്ടവനാ. ഇതിലും വലിയൊരു സിറ്റുവേഷൻ അവന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അവൻ സത്യം മാത്രമേ ചെയ്യാവൂ. ഞാൻ ഇന്ന് അവന്റെ മുമ്പിൽ ഒരു കള്ളത്തരം ചെയ്താൽ നാളെ അവനും അത് ചെയ്യും. ഏതായാലും നാളെ മുതൽ ഞാൻ എവിടെയെങ്കിലും പണിക്ക് പോകും. സ്റ്റാറ്റസ് ഒന്നും നോക്കുന്നില്ല. നമ്മുടെ കുടുംബം സന്തോഷമായിരിക്കണം. കാരുണ്യവർഷത്തോടനുബന്ധിച്ച് കർത്താവിൻ്റെ കാരുണ്യം നമ്മിലേക്ക് കൊണ്ടുവരുന്ന കാരുണ്യത്തിൻ്റെ കൂദാശയായ കുമ്പസാരത്തെക്കുറിച്ച് അഥവാ അനുരഞ്ജന കൂദാശയെക്കുറിച്ച് നാം ധ്യാനിക്കുകയായിരുന്നു. ഇന്ന് ഈ കൂദാശയോട് ബന്ധപ്പെട്ട് 2 ചിന്തകളാണ് അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തത്, കർത്താവ് ഈ കൂദാശയിലൂടെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ പാപങ്ങൾ, കടങ്ങൾ ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ വ്യവസ്ഥയില്ലാതെ അവരുടെ കുറവുകളും കടങ്ങളും നമുക്ക് അവരോട് ക്ഷമിക്കാൻ സാധിക്കണം. ഇന്ന് കുടുംബമേഖലയിൽ മറ്റുള്ളവരുടെ തെറ്റുകളും കുറവുകളും ക്ഷമിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളേറെയാണ്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ബന്ധങ്ങൾ തകർന്നു പോകുന്ന അവസ്ഥയുണ്ട്. ഇന്നത്തെ ഭാഗത്ത് രണ്ടാമതായി പങ്കുവയ്ക്കുന്ന കാര്യം, കുമ്പസാരത്തിൽ പാപമോചനം ലഭിക്കുന്നതിനായി പാപങ്ങൾ മാത്രം ഏറ്റുപറഞ്ഞാൽ പോരാ, കടങ്ങളും കൂടെ ഏറ്റുപറയണമെന്നാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നാം ചൊല്ലുമ്പോൾ ഇക്കാര്യം വ്യക്തമാണല്ലോ. ആ പ്രാർത്ഥനയിൽ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ കുമ്പസാരത്തിൽ പാപങ്ങൾ മാത്രം ഏറ്റുപറഞ്ഞാൽ പോരാ, കടങ്ങളുടെ പ്രതിക്കായി കടങ്ങളും ഏറ്റുപറയാൻ സാധിക്കണം. ഈ 2 കാര്യങ്ങളും വിശദമായി ധ്യാനിക്കുന്നതിന് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമതായി നമ്മൾ ധ്യാനിക്കേണ്ടത്, മറ്റുള്ളവരുടെ തെറ്റുകൾ അവരോട് ക്ഷമിച്ചാലേ നമ്മുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയുള്ളൂ എന്നതാണ്. വ്യക്തമാണ്, നിൻ്റെ കടക്കാരനോട് നീ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിൻ്റെ കടങ്ങളും ക്ഷമിക്കപ്പെടുകയില്ല. കുമ്പസാരം എത്ര ആത്മാർത്ഥമായി നാം നടത്തിയെന്ന് പറഞ്ഞാലും നമ്മുടെ പാപങ്ങൾ, പാപമോചനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഏറ്റുപറയുമ്പോൾ അതിനു മുൻപായി നമ്മോട് തെറ്റ് ചെയ്യുന്നവരോട് വ്യവസ്ഥയില്ലാതെ നാം ക്ഷമിക്കുന്നില്ലെങ്കിൽ ഈ പാപമോചന അനുഭവം നമുക്ക് സിദ്ധിക്കാൻ സാധിക്കുകയില്ല. അത്തരത്തിൽ ക്ഷമിക്കേണ്ടത് ഭാര്യ ഭർത്താവിനോടാവാം, ഭർത്താവ് ഭാര്യയോടാവാം,
മക്കൾ മാതാപിതാക്കളോടാവാം, ചേട്ടനോടാവാം, അനിയനോടാവാം, അനുജത്തിയോടാവാം, അയൽപക്കക്കാരോടാവാം. മറ്റുള്ളവരുടെ പാപങ്ങളും കുറവുകളും നമുക്ക് വ്യവസ്ഥയില്ലാതെ ക്ഷമിക്കാൻ പറ്റണം. ഇങ്ങനെ ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അവനോട് അവളോട് ക്ഷമിക്കണമെന്ന് പറയുന്നു, പക്ഷേ ഈ ഒരു കാര്യം സംഭവിച്ചത് എൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ, അവൻ്റെ അവളുടെയും കുഴപ്പം കൊണ്ടല്ലേ, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കണം. ദൈവം നമ്മോട് ക്ഷമിക്കുന്നതിനെക്കുറിച്ചും നമ്മളൊന്ന് ചിന്തിക്കേണ്ടതല്ലേ ഇതിനോട് ബന്ധപ്പെട്ട്? നമ്മുടെ പാപങ്ങളും കടങ്ങളും കർത്താവ് ക്ഷമിക്കുന്നു. ദൈവത്തിൻ്റെ കുഴപ്പം കൊണ്ടാണോ ഇത് സംഭവിച്ചത്? നമ്മുടെ കുഴപ്പം കൊണ്ടല്ലേ? അപ്പോൾ അവൻ്റെയും അവളുടെയും കുഴപ്പം കൊണ്ടാണ് ഇത് സംഭവിച്ചത്, അത് ഞാൻ ക്ഷമിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഇതേ കാര്യം തന്നെ ദൈവം നമ്മോട് ചോദിക്കുക. നീ ചെയ്ത ഈ പാപങ്ങൾ എൻ്റെ കുഴപ്പം കൊണ്ടാണോ സംഭവിച്ചത്? നിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയല്ലേ നീ ചെയ്തത്? നമ്മൾ വീണ്ടും ചോദിക്കുന്നൊരു കാര്യമുണ്ട്. എന്താ? ഇതിപ്പം ആദ്യത്തെ തവണയല്ല, പല പ്രാവശ്യമായി. അങ്ങനെ പല പ്രാവശ്യം ചെയ്തതുകൊണ്ടാണ് എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തത്. ഇപ്പോൾ നീ കുമ്പസാരത്തിൽ ഏറ്റുപറയാൻ പോകുന്ന പാപം അല്ലെങ്കിൽ ഏറ്റുപറഞ്ഞ പാപങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്തതാണോ? ഒരു പാപം തന്നെ എത്രയോ തവണയോ ആവർത്തിച്ചു. കഴിഞ്ഞ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ പല പാപങ്ങളും ഈ കുമ്പസാരത്തിൽ നീ ഏറ്റുപറയുന്നില്ലേ? അപ്പോൾ എത്രയോ തവണ നീ ആവർത്തിച്ച ഈ പാപമാണ്, ഈ കുറവാണ് ദൈവം നിന്നോട് ക്ഷമിക്കുന്നത്. അപ്പോൾ നിൻ്റെ സഹോദരനോ സഹോദരിയോ ആവർത്തിച്ചൊരു തെറ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ നിനക്കങ്ങനെ ക്ഷമിക്കാതിരിക്കാൻ പറ്റുക? അതുകൊണ്ട് വ്യവസ്ഥയില്ലാതെ ക്ഷമിക്കുന്ന ആ ദൈവത്തിൻ്റെ പാപപ്പൊറുതി, സ്നേഹം, ക്ഷമ നമുക്ക് അനുഭവിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കുടുംബ മേഖലയിലും കുടുംബേതര മേഖലകളിലും നമുക്ക് ഈ ക്ഷമയുടെ പാഠം പ്രായോഗികമാക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് മറ്റുള്ളവരോട് അനുരഞ്ജനപ്പെടാൻ സാധിക്കണം. ബലിയർപ്പണത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോ വചനത്തിൽ അതാണല്ലോ നമ്മെ പഠിപ്പിക്കുന്നത്. നീ കാഴ്ചവസ്തുവായി ബലിപീഠത്തെങ്കൽ വരുമ്പോൾ നിൻ്റെ സഹോദരന് നിനക്കെതിരെ എന്തെങ്കിലും ഉണ്ടെന്ന് നീ അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തെങ്കൽ വെച്ചിട്ട് ആദ്യമേ പോയി സഹോദരനോട് രമ്യപ്പെടുക, പിന്നെ വന്ന് ബലിയർപ്പിക്കുക. പാപമോചനാനുഭവം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ വ്യവസ്ഥയില്ലാതെ മറ്റുള്ളവരുടെ കടങ്ങൾ, കുറവുകൾ, പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ് പറഞ്ഞത്? കുമ്പസാരിക്കുമ്പോൾ ആ കുമ്പസാരം പൂർണ്ണ അനുഭവമായി നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാപങ്ങൾ മാത്രം ഏറ്റുപറഞ്ഞാൽ പോരാ, കടങ്ങളും കൂടെ ഏറ്റുപറയണം. പാപവും കടവും ഒന്നാണോ? പാപവും കടവും ഒന്നല്ല, രണ്ടും രണ്ടാണ്. എന്താണ് പാപം, എന്താണ് കടം? നമ്മൾ പഠിച്ചിട്ടുണ്ട് പാപം എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പനകളുടെ ലംഘനമാണെന്ന്. പക്ഷേ പ്രായോഗികമായി മനസ്സിലാക്കാൻ ഞാൻ പറയും, ദൈവമകനെന്ന മകളെന്ന രീതിയിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നതാണ് പാപം. അപ്പോൾ കടം എന്താണ്? ചെയ്യേണ്ടുന്ന കാര്യം ചെയ്യാതിരിക്കുന്നതാണ് കടം. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായ തലത്തിൽ നമുക്കുണ്ടാകുന്ന കടത്തെക്കുറിച്ച് ചിന്തിക്കണം. ഞാനോ നിങ്ങളോ ഒരാളോട് സാമ്പത്തിക തലത്തിൽ കടത്തിലാവുന്നത് എപ്പോഴാണ്? ഒരാൾക്ക് കൊടുക്കേണ്ട പണം കൊടുക്കാതിരിക്കുമ്പോൾ. അപ്പോൾ ആധ്യാത്മിക തലത്തിലെ കടം എന്താണ്? നീ ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്ന അവസ്ഥ. സാമ്പത്തിക തലത്തിൽ കൊടുക്കേണ്ട പണം കൊടുക്കാതിരിക്കുന്നതാണ് കടമെങ്കിൽ, ആധ്യാത്മിക ജീവിതത്തിൽ ദൈവമകനെന്ന മകളെന്ന നിലയിൽ നീ ചെയ്യേണ്ട നന്മ ചെയ്യാതെ പോകുന്നതാണ് കടം. അതുകൊണ്ട് കുമ്പസാരത്തിൽ ഏറ്റുപറയുമ്പോൾ പാപങ്ങളും ഒപ്പം കടങ്ങളും കൂടെ ഏറ്റുപറയണം. അന്ത്യവിധിയുടെ സമയത്ത് ദൈവം വിധിക്കാനായി നിൽക്കുമ്പോൾ നമുക്ക് പാപമുണ്ടായോ എന്ന് ചോദിക്കുന്നില്ല. ആ വചനത്തിൽ കാണുന്നതിനനുസരിച്ച് അവിടുന്ന് ചോദിക്കുന്നത് മുഴുവൻ കടങ്ങളെക്കുറിച്ചാണ്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നില്ല.
എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ ഉടുപ്പിച്ചില്ല. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ സന്ദർശിച്ചില്ല. ഇതൊക്കെ എന്താണ്? ചെയ്യേണ്ട നന്മ ചെയ്യാതെ പോയതാണ്. അതാണ് യഥാർത്ഥത്തിൽ കടം. ഈ വചനത്തെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ എടുക്കരുത്, അതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഇതെല്ലാം കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണത്? നീ ചെയ്യേണ്ട നന്മ നിന്നോട് ബന്ധപ്പെട്ട ആളുകൾക്ക് ചെയ്തു കൊടുക്കണം. അങ്ങനെ സമയബന്ധിതമായി നീ ചെയ്തു കൊടുക്കാതെ വന്നാൽ ആ ആളോട് നീ കടത്തിലായി. ഇതാണ് കടം. അതുകൊണ്ട് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുമ്പസാരത്തിലേക്ക് വരുന്ന ഒരു വ്യക്തി ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തത് അഥവാ പാപങ്ങൾ മാത്രം ഏറ്റുപറഞ്ഞാൽ പോരാ, ചെയ്യേണ്ടുന്ന കാര്യം ചെയ്യാതെ പോയത് ഏറ്റുപറയണം. യഥാർത്ഥത്തിൽ ഇതാണ് ഉപേക്ഷയാലുള്ള പാപം എന്ന് പറയുന്നത്. സിൻ ഓഫ് ഒമിഷൻ, ഉപേക്ഷയാലുള്ള പാപം. നമ്മുടെ പൂർവികർ തങ്ങളുടെ അനുരഞ്ജന കൂദാശയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് ഈ കാര്യത്തിൽ ഏറെ ശ്രദ്ധ വച്ചിരുന്നു. ചെയ്യേണ്ട പുണ്യം ചെയ്യാതെ പോയത് അവർ ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് പാപപൂർത്തി നേടിയിരുന്നു. അതുകൊണ്ട് കുമ്പസാരം അനുഭവമായി തീരാൻ ഈ രണ്ട് കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ്? നിൻ്റെ പാപങ്ങളും കടങ്ങളും നിൻ്റെ ദൈവം നിന്നോട് ക്ഷമിക്കാൻ നിൻ്റെ കടക്കാരനോട്, നിന്നോട് തെറ്റ് ചെയ്യുന്നവനോട് വ്യവസ്ഥയില്ലാതെ ക്ഷമിക്കണം. രണ്ടാമത്തെ കാര്യം, പാപത്തോടൊപ്പം നിൻ്റെ കടങ്ങളും ഏറ്റുപറയണം. പലപ്പോഴും കുടുംബജീവിതത്തിൽ ഇന്ന് ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ കടങ്ങളിൽ നിന്ന് കടങ്ങളിലേക്ക് പോകുന്നതായി കാണുന്നു. സാമ്പത്തിക കടമല്ല, ഭാര്യയോട് ചെയ്യേണ്ടുന്ന കടമ ഭർത്താവ് ചെയ്യാതെ പോകുന്ന അവസ്ഥ, ഭർത്താവിനോട് ഭാര്യ ചെയ്യേണ്ടുന്ന കടമ ചെയ്യാതെ പോകുന്ന അവസ്ഥ, മാതാപിതാക്കൾ മക്കളോടുള്ള കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കാതെ പോകുന്ന അവസ്ഥ, മക്കൾ തിരിച്ച് മാതാപിതാക്കളോട് ചെയ്യേണ്ടുന്ന കടമകൾ ചെയ്യാതെ പോകുന്ന അവസ്ഥ. ഇങ്ങനെ വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ പോലും ഇവയൊക്കെ ഏറ്റുപറയാൻ സാധിക്കാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് ശരിയായ ഒരു ഏറ്റുപറച്ചിൽ നമുക്ക് അനുരഞ്ജന കൂദാശയിൽ ഉണ്ടാവുക തന്നെ വേണം. കുമ്പസാരത്തിൽ ഏറ്റുപറച്ചിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കുടുംബനാഥൻ എന്നോട് ചോദിച്ചു, കുമ്പസാരത്തിന് എപ്പോൾ ഒരുങ്ങണം? ഞാൻ ആ ചോദ്യം നിങ്ങളോടും ചോദിക്കുക, കുമ്പസാരത്തിന് എപ്പോൾ ഒരുങ്ങണം? എപ്പം വേണമെങ്കിലും ഒരുങ്ങാം, പക്ഷേ നല്ല ഒരുക്കം ഞാൻ പറയും തലേ ദിവസമെങ്കിലും നടത്തണം. കുട്ടികൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നത് പോലെയാണ്. തൊട്ടു മുമ്പ് ഒരുങ്ങിയാൽ അങ്ങനെ ഇരിക്കും, പലതും വിട്ടുപോകും. ആത്മാർത്ഥമായ ഒരുക്കം പകുതി കുമ്പസാരിച്ചതിന് തന്നെ തുല്യമാണെന്ന് ഞാൻ പറയും. നിങ്ങൾ രാത്രിയിൽ കുമ്പസാരത്തിന് ഒരുങ്ങിയെന്ന് വിചാരിക്കുക, അപ്രതീക്ഷിതമായി മരണം സംഭവിച്ചു. കുമ്പസാരിക്കാൻ പറ്റുന്നതിന് മുമ്പ് മരണം സംഭവിച്ചു. ഞാൻ പറയും ദൈവസന്നിധിയിൽ ആ ആളിൻ്റെ ആത്മാർത്ഥത പരിഗണിക്കപ്പെടും. കാരണം കുമ്പസാരിക്കാൻ ആഗ്രഹിച്ചൊരുങ്ങിയതാണ്, പക്ഷേ ഒരു വൈദികനെ കാണുന്നതിന് മുമ്പ് മരണം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഒരുങ്ങിയിട്ട് കുമ്പസാരിക്കേണ്ടെന്നല്ല, തീർച്ചയായിട്ടും കുമ്പസാരിക്കണം. പക്ഷേ നല്ല ഒരുക്കം കുമ്പസാരത്തിന് ഏറെ ഫലം ചെയ്യും. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ ദൈവകൽപ്പനകളുടെ വെളിച്ചത്തിൽ, തിരുസഭയുടെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ, മൂലപാപങ്ങളുടെ അടിസ്ഥാനത്തിൽ, സ്വന്തം ജീവിതാവസ്ഥയുടെ വെളിച്ചത്തിൽ ജീവിതത്തെ ഓരോരുത്തരും പരിശോധിക്കാനായി, പശ്ചാത്താപത്തോടെ പരിശോധിക്കാനായി ഇടവരണം. കുമ്പസാരം ഫലപ്രദമാകാൻ ഇവയൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ പാപവും പാപസാഹചര്യങ്ങളും ഉപേക്ഷിച്ച് നന്മയുടെ വഴിയിലൂടെ പോകാൻ ഒരു വ്യക്തി തയ്യാറാവണം. ചെയ്തു പോയ പാപങ്ങളിലേക്ക് വീണ്ടും അധപ്പതിക്കാതിരിക്കാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ നന്മയുടെ അഥവാ പുണ്യത്തിൻ്റെ വഴിയിലൂടെ നീങ്ങുക എന്നുള്ളതാണ്. സത്യത്തിൽ ഓരോ കുമ്പസാരത്തിനോടും ബന്ധപ്പെട്ട് പുരോഹിതൻ നൽകുന്ന പ്രായശ്ചിത്തത്തിൻ്റെ അർത്ഥം ഇതുതന്നെയാണ്. പഴയ പാപങ്ങളിലേക്ക് അധപ്പതിക്കാതിരിക്കാൻ
നീ എന്താണ് ചെയ്യേണ്ടത്? നിൻ്റെ കഴിഞ്ഞുപോയ ജീവിതത്തിലെ പാപങ്ങൾക്ക് പരിഹാരം, പ്രായശ്ചിത്തം അഥവാ പുണ്യം ചെയ്യണം. പുണ്യം അഥവാ നന്മ ദൈവം ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ ചെയ്യുന്നവരുടെ കൂടെ ദൈവമുണ്ട്. അതുകൊണ്ട് വീണ്ടും പാപത്തിലേക്ക് വഴുതി വീഴാതിരിക്കാൻ കടന്നുപോയ കാലത്തെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്താൽ മതിയാകും. ഇത് സഭ ആഗ്രഹിക്കുന്നതാണ്. അത്തരത്തിൽ തങ്ങളുടെ കുമ്പസാരം അർത്ഥപൂർണമാക്കി കടന്നുപോയ കാലത്തെ പാപജീവിതത്തിന് പരിഹാരം ചെയ്ത് ആധ്യാത്മികതയുടെ വഴിയിലൂടെ കടന്നു പോകുന്ന ഒട്ടനേകം ആളുകൾ നമ്മൾക്കിടയിലുണ്ട്. കുമ്പസാരം എന്ന കൂദാശ ഏറെ ആഗ്രഹത്തോടെ സ്വീകരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തന്നെയും അങ്ങിങ്ങായി ഈ കൂദാശയോട് താല്പര്യം കാണിക്കാതെ പോകുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതിന് ശ്രദ്ധിക്കാം. ഒപ്പം ഈ കൂദാശ ഫലപ്രദമായി സ്വീകരിച്ച് വലിയ അനുഭവത്തിലൂടെ പോകുന്ന ഒരു കുടുംബത്തിൻ്റെ ജീവിത സാക്ഷ്യവും നമുക്ക് ശ്രദ്ധിക്കുന്നതിന് ശ്രമിക്കാം. അനുരഞ്ജന കൂദാശയിലൂടെ നാമും നമ്മുടെ കുടുംബാംഗങ്ങളും വലിയ ജീവിത നവീകരണത്തിലേക്ക് വരുന്നതിനായി ദൈവസന്നിധിയിൽ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എൻ്റെ പേര് MC ജോസഫ്. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പത്തോളജി പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തു. 2000 റിട്ടയർ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ 2 സെക്ഷനിൽ വർക്ക് ചെയ്യുന്നു. മെഡിവിഷനും ഡയനോവൈൽ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ അതിരമ്പുഴയിൽ ഞങ്ങളുടെ കുടുംബം ചങ്ങനാശ്ശേരിയിലാണ്. അതിരമ്പുഴയിൽ വന്നിട്ട് 40 വർഷമാകുന്നു. വിവാഹം കഴിച്ചിരിക്കുന്നത് ചങ്ങനാശ്ശേരി കുറുമ്പ്രാണം ഭാഗത്തു നിന്നുള്ള മുക്കട കുടുംബത്തിലെ വത്സമ്മ എൻ്റെ അടുത്തിരിക്കുന്നു. ഞങ്ങൾക്ക് 3 മക്കളാണ്. മൂത്ത മകൾ ബോംബെയിൽ താമസിക്കുന്നു. രണ്ടാമത്തെ മകൻ ഇവിടെ ഞങ്ങളുടെ കൂടെയുണ്ട്, വിവാഹം കഴിച്ചു. 2 മക്കൾ. മൂന്നാമത്തെ മകൾ നെതർലൻഡ് ജോലി ചെയ്യുന്നു. കരുണയുടെ വർഷം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ 2016 നവംബർ വരെയുള്ള ഈ കാലഘട്ടമാണ് കരുണയുടെ വർഷമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. തൻ്റെ അധികാരം ഉപയോഗിച്ച് കരുണയുടെ വർഷം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏറ്റവും വലിയ കരുണ എന്ന് പറയുന്നത് ദൈവം നമുക്കൊരു ജന്മം നൽകിയതാണ്. ഈ ലോകത്തിലേക്ക് വരാൻ സാധിച്ചത് തന്നെ എത്രയോ 10,000-ങ്ങൾക്ക് ജന്മം കിട്ടാതെ പോയിട്ടാണ് നമ്മളിൽ ഒരാൾക്ക്, ഓരോ മനുഷ്യർക്കും ഈ ജന്മം ഈ ലോകത്തിൽ ലഭിക്കുന്നത്. അതിനേക്കാളും വലിയ കരുണ ഞാൻ കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തിന് ശേഷം ജനിക്കുവാൻ സാധിച്ചതാണ്. കാരണം യേശു വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാരും ഇത്രയും അധികം ഒരു പ്രകാശം കണ്ടിട്ടില്ല. അവരൊക്കെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നതനുസരിച്ച് നോക്കിയാൽ അന്ധകാരത്തിലിരിക്കുന്നൊരു പ്രകാശം കണ്ടു എന്നാണ് പറയുന്നത്. അന്ധകാരത്തിലിരിക്കുന്നൊരു പ്രകാശം കണ്ടത് എങ്ങനെയാണ്? കാരണം ദൈവത്തിൻ്റെ അവതാരത്തെ അവർ കണ്ടു. ദൈവം ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അത് വലിയൊരു കരുണയാണ്. ദൈവത്തിൻ്റെ കരുണ ഏറ്റവും കൂടുതലായി നാം ദർശിക്കുന്നത് പാപസങ്കീർത്തനം അഥവാ കുമ്പസാരത്തിലും പിന്നീട് ദിവ്യകാരുണ്യത്തിലുമാണ്. എൻ്റെ ചെറുപ്പത്തിലേക്ക് ഞാൻ ആദ്യ കുമ്പസാരം ചെയ്യുന്നു. അപ്പോൾ എനിക്ക് നല്ല അറിവില്ല, എങ്കിലും ചെയ്ത പാപങ്ങളെപ്പറ്റി. അന്നൊക്കെ ചെയ്ത പാപങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ലഘുപാപങ്ങളായിരുന്നു. പിന്നീടാണ് മനുഷ്യൻ കൂടുതൽ വളർച്ചയെത്തുകയും കൂടുതൽ ഗൗരവമായ പാപങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഗൗരവങ്ങൾ പാപങ്ങൾ ചെയ്തതിന് ശേഷം വീണ്ടും കുമ്പസാരിപ്പിക്കാൻ നമുക്ക് കൂടുതൽ മനസ്സംതൃപ്തിയാണ് ലഭിക്കുന്നത്. ഈ പാപസങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അഭിഷിക്തനോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുന്നതാണ്. ആ പാപങ്ങൾ ഏറ്റുപറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്തപിക്കുകയും കൂടെ വേണം. മനസ്തപിച്ചതിന് ശേഷം ദൈവത്തോട് ക്ഷമ ചോദിക്കുക, പാപസങ്കീർത്തനം ചെയ്യുക, പുരോഹിതൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം അനുഷ്ഠിക്കുക. അതിനുശേഷം പിന്നീട് ഇങ്ങനെയുള്ള പാപത്തിലേക്ക് പെടുകയില്ല എന്നുള്ള ഒരു പ്രതിജ്ഞയോടെ എടുക്കുമ്പോഴാണ് പാപസങ്കീർത്തനം അഥവാ കുമ്പസാരം പൂർണ്ണമാകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ കുമ്പസാരത്തിലൂടെയും കുർബാനയിലൂടെയും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ഈ കാരുണ്യവർഷം നാം അനുഷ്ഠിക്കേണ്ടതാണ്. ഈ കാരുണ്യവർഷത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ അനുഗ്രഹം വളരെയധികം നമ്മളിലേക്ക് ചൊരിയുന്നൊരു വർഷമാണ്. ഇത് പിന്നീട് അതിൽ എപ്പോഴും ലഭിക്കുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുകയില്ല. കാരണം സഭ പ്രഖ്യാപിച്ചിരിക്കുന്ന വർഷമായതുകൊണ്ട് അതിന് പ്രത്യേക ദണ്ഡവിമോചനം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ ദണ്ഡവിമോചനം തരുവാനുള്ള അനുവാദം സഭയ്ക്കുണ്ട്, മാർപ്പാപ്പയ്ക്കുണ്ട്. അങ്ങനെ മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് ദണ്ഡവിമോചനം. അത് വാങ്ങിച്ചെടുക്കുവാൻ ഈ അവസരത്തിൽ നമുക്ക് സാധിക്കണം.
എൻ്റെ പേര് അനീഷ്. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നു. ഇതെൻ്റെ ഭാര്യ സിമി. 2 മക്കളാണ്. മോൻ 1-ാം ക്ലാസ്സിൽ, മോള് 2 വയസ്സ്. കുമ്പസാരത്തെക്കുറിച്ച് പറയുമ്പോൾ കുമ്പസാരം ഒരു കൂദാശയാണ്. മറ്റ് കൂദാശകളെ പോലെ തന്നെ നാം പ്രാധാന്യം നൽകേണ്ട ഒന്നാണ് കുമ്പസാരവും. പലപ്പോഴും നമ്മൾ കുമ്പസാരത്തെ സമീപിക്കുന്നത് വേറൊരു രീതിയിലാണ്. നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ അച്ഛൻ കുമ്പസാരക്കൂട്ടിലിരിപ്പുണ്ടെങ്കിൽ നമ്മൾ ഓടി അച്ഛനെ വന്ന് കയറി കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് പള്ളിയിലേക്ക് കയറി പോകുന്നൊരു പ്രവണതയാണ് സാധാരണ കാണപ്പെടാറുള്ളത്. പക്ഷേ നാം ശരിയായ രീതിയിൽ ഒരുങ്ങി അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളോടും കൂടി കുമ്പസാരത്തിനുള്ള ജപം മുതൽ പാപങ്ങൾ ശരിയായിട്ട് ഓർത്ത് ഏറ്റുപറയുന്നത് പോലെയുള്ള എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ അനുവർത്തിച്ചാണ് നാം കുമ്പസാരിക്കുന്നതെങ്കിൽ കുമ്പസാരം ഒരു വലിയ അനുഭവമായി തീരും എന്നുള്ളതിൻ്റെ അകത്ത് സംശയമില്ല. തുടർന്ന് നാം നമ്മുടെ ഭൗതിക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ നേരിടേണ്ടി വരുന്ന പാപങ്ങളെയും തെറ്റുകളെയും ഒക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രചോദനം അതിനെ കാണിച്ചു തരികയും തെറ്റുകളിലേക്കും പാപങ്ങളിലേക്കും കടക്കരുതെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ വലിയ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. മറ്റുള്ളവരുടെ തെറ്റുകൾ വ്യവസ്ഥയില്ലാതെ ക്ഷമിച്ചാലേ അവിടുത്തെ ക്ഷമിക്കുന്ന സ്നേഹം ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കൂ എന്ന അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അവിടുന്ന് പ്രകാരമാണോ വ്യവസ്ഥയില്ലാതെ ഞങ്ങളോട് ക്ഷമിക്കുന്നത്, അതുപോലെ ഞങ്ങളുടെ സഹോദരങ്ങളോടും വ്യവസ്ഥയില്ലാതെ ക്ഷമിക്കാൻ അവിടുത്തെ വലിയ അനുഗ്രഹവും കൃപയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, കടന്നുപോയ വിചിന്തനത്തിലൂടെ അവിടുന്ന് ഞങ്ങളെ അനുരഞ്ജന കൂദാശയുടെ അനുഭവത്തിലേക്ക് നയിച്ചതിനെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ വലിയ കാരുണ്യത്തെ ഞങ്ങൾ ഓർക്കുന്നു. കുമ്പസാരത്തിലേക്ക് വരുമ്പോൾ പാവങ്ങളോടൊപ്പം കടങ്ങളും ഏറ്റുപറഞ്ഞ് നിരന്തരം ജീവിതത്തെ നവീകരിച്ച് അവിടുത്തെ വലിയ കാരുണ്യം നിത്യം അനുഭവിക്കാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കുമ്പസാരത്തിൻ്റെ അനുഭവത്തിലൂടെ നിരന്തരം വ്യാപരിക്കാൻ തിരുഹൃദയമേ അവിടുത്തെ കാരുണ്യവും കൃപയും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നൽകണമേ. തിരുഹൃദയമേ, തിരുഹൃദയമേ, ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി.